DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 14 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്തെ വായ്പയെടുത്തവർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് പ്രമുഖ ബാങ്കുകൾ പലിശ നിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 5-ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ച് 5.25 ആക്കിയതോടെയാണ് ബാങ്കുകളുടെ ഒഴിവാക്കൽ നടപടികൾ പിന്തുടർന്നത്. ഇതുവരെ റിപ്പോ നിരക്ക് 5.50% റിപ്പോ നിരക്ക് കുറവ് മൂലം മിക്ക ബാങ്കുകളും MCLR, RLLR, RBLR പോലെയുള്ള ബെഞ്ച് മാർക്ക് നിരക്കുകൾ കുറച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രയോജനം ഭവന വായ്പ, റീറ്റെയിൽ വായ്പകൾ എന്നിവയുടെ EMI കുറയുകയോ വായ്പയുടെ കാലാവധി ചുരുങ്ങുകയോ ചെയ്യുന്നതായി ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ മാറ്റങ്ങൾ ഓരോ ഉപഭോക്താവിൻ്റെയും വായ്പാ നിബന്ധനകളനുസരിച്ച് വ്യത്യാസപ്പെടും. മാർജിനൽ കോസ്റ്റ് അധിഷ്ഠിത വായ്പാ നിരക്കുകളിൽ 5 ബേസിസ് പോയിന്റ് വരെ HDFC ബാങ്ക് ഇളവ് നൽകിയിട്ടുണ്ട്. MCLR 8.35 മുതൽ 8.60% നിന്ന് 8.30% മുതൽ 8.55% കുറച്ചിട്ടുണ്ട്. MCLRമായി ബന്ധിപ്പിച്ച വായ്പകളുടെ EMIയിൽ നേരിട്ടുള്ള ഗുണം ലഭിക്കും. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഡിസംബർ 6 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിംഗ് റേറ്റ് 8.35% നിന്ന് 8.10% കുറച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ ബെഞ്ച് മാർക്ക് റീറ്റെയിൽ ലോൺ ലെൻഡിംഗ് റേറ്റ് 8.15% നിന്ന് 7.90% പരിഷ്കരിച്ചു. ഇന്ത്യൻ ബാങ്ക് റിപ്പോ ലിങ്ക്ഡ് ലെൻഡിംഗ് റേറ്റ് 8.20% നിന്ന് 7.95% കുറച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ അടിസ്ഥാനമാക്കിയുള്ള വായ്പാ നിരക്ക് 8.35% നിന്ന് 8.10% കുറച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഭവന വായ്പയിൽ 7.35% നിന്ന് 7.10%, വാഹന വായ്പയിൽ 7.70% നിന്ന് 7.45% കുറച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സാമ്പത്തിക ഇടപാടുകളിൽ പാൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുവാനും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും വലിയ ഇടപാടുകൾ നടത്തുന്നതിനും പാൻ കാർഡ് നിർബന്ധമാണ്. എന്നാൽ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുന്നതാണ്. പാൻ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുവാനുള്ള അവസാന തീയതി ഡിസംബർ 31 വരെയാണ്. അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ 2026 ജനുവരി 1 മുതൽ പാൻ കാർഡ് അസാധുവാകുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ പുരോഗമിക്കുകയാണ്. അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഡിസംബർ 16 വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 15-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിപ്പുകൾ എത്തിയിരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ 2000 രൂപ വീതമാണ് ലഭിക്കുക. പെൻഷൻ വിതരണത്തിനായി 1045 കോടി രൂപ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അനുവദിച്ചിട്ടുണ്ട്. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. 26 ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലേക്കും പെൻഷൻ കൈമാറും. 8 ലക്ഷത്തോളം കേന്ദ്രവിഹിതം വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ മുൻകൂറായി തുക അനുവദിച്ചിട്ടുണ്ട്. ഡിസംബർ 15, അതായത് നാളെ മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നാണ് അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.